ഹലോ ഗായ്സ്, അപ്പം വൺ ബ്ലോക്കിന്റെ സെക്കൻഡ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനാണെങ്കിൽ ഇന്നലെ ഇരുന്ന് ഒരുപാട് ഗ്രൈൻഡിങ്ങിലായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് ബ്ലോക്ക് മൈൻ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് ഇത്ര സാധനങ്ങളാണ്. എന്റെ ഇൻവെന്ററി ഞാനിത് ഒരു ദിവസം തന്നെ എടുക്കുന്ന വീഡിയോ. നമ്മള് കേവ് ബയോം എത്തി. കേവ് ബയോമിലാണെങ്കിൽ ഓർസ് ഒക്കെ കിട്ടും. അങ്ങനെ കിട്ടിയത്. പിന്നെ ഇതൊക്കെ അവിടുന്ന് കിട്ടിയത്. ഇപ്പൊ നമുക്ക് ഇനി സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാനുള്ള ലാവയും കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യം ഇതെല്ലാം അടുത്ത് ഇവിടെ വെച്ച് ഒരു ഷീൽഡും കിട്ടി. പിന്നെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ബേബി സോംബി അറ്റാക്ക് ചെയ്യാനും വന്ന്. ഇത് ഓഫൻഡ് പിടിച്ചേക്കാം. അവിടെ ഇപ്പൊ കിട്ടിയ കുറച്ച് ഗോബിൾ സ്റ്റോൺ ഉണ്ടല്ലോ. ആ ഗോബിൾ സ്റ്റോണും ഇവിടുന്ന് കുറച്ച് സ്റ്റിക്സും എടുത്ത് അതിൽ കയറി അതിൽ കയറി ആദ്യം തന്നെ ഒരു ഫർണസ് ഇവിടെ വെച്ചേക്കാം. അതിൽ കയറി ഒരു ആക്സ്, സോഡ്, പിക്കാക്സ്, ഷവല്, മതി. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഫുൾ സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് മൈൻ ചെയ്യണം കുറച്ചു നേരം. അതേ ഉള്ളു, മൈൻ ചെയ്യാം കുറച്ചു നേരം. ഇന്ന് നമുക്ക് ചുമ്മാ ഇരിക്കണ്ട, നമുക്കുള്ള റിസോഴ്സ് എല്ലാം വെച്ച് ഫെൻസ് പൊട്ടിച്ചല്ല, ഫെൻസ് അതിൻ്റെ കൂടെ വരുന്നേ. ഓക്കെ, അപ്പൊ കിട്ടിയ റിസോഴ്സ് എല്ലാം ഉപയോഗിച്ച് ഇന്ന് നമുക്കൊരു ചെറിയ എന്തുണ്ടാക്കാം. ചെറിയൊരു ഇത് ഫുഡ് ഫാമും സീഡില്ലാതാണ്. പിന്നെ ഇവരുടെ ഫാം ഇച്ചിരി കൂടെ വലുതാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ചധികം സ്ലാബ്സ് വേണം. അപ്പോൾ ഒരു സൈഡ് സ്ലാബ് ഉണ്ടാക്കാം. കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റബിൾ ആയിട്ട് ഒന്നും ഇല്ല ഇപ്പൊ. ഓക്കെ, ഇത്രേ പറ്റൂ. നമ്മളപ്പോ ഒന്നതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചധികം ഡേർട്ടാണ്. കുറച്ച് ഡേർട്ട് എടുത്ത് പിടിച്ചേക്ക്. ഫസ്റ്റ് ഇവന്മാരുടെ സ്ഥലം വലുതാക്കുന്ന കാര്യം നോക്കാം. പക്ഷെ അതേപോലെ തുറന്നു വിടാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ചെറിയൊരു ഫുഡ് ഫാം ഉണ്ടാക്കും ഇച്ചിരി അങ്ങോട്ട്. 1 2 3 4 5 6 7 8 9 ബ്ലോക്ക് മാറി ഉണ്ടാക്കുക. എന്നിട്ട് 10ാമത്തെ ബ്ലോക്ക് ഇത് വെച്ച് 1 2 3 4 5 6 7 8 8 9. 9ാമത്തെ 1 2 3 4 5 5 6 7 8 9. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ആ ഫുള്ള് ഫിറ്റ് ചെയ്യണം. ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ പിന്നെ 4ാമത്തെ ബ്ലോക്ക് വന്നിട്ട് ഇവിടാണ്. 1 2 3 ഡേർട്ട് തീർന്നു. ഇച്ചിരി കൂടെ ഡേർട്ട് വേണം. ഉള്ളതെല്ലാം എടുത്തോണ്ട് പോകും. ബ്ലോക്ക് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ 500 ബ്ലോക്കിന് വേണ്ടി നമ്മൾ മൈൻ ചെയ്ത്. ഇവിടെ ഫുള്ള് ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാവും 4ആവും. എല്ലാ സൈഡിൽ 4ആയ. ഇവിടെ 4ആയില്ലല്ലേ. ഈ സൈഡിൽ 4, ഈ സൈഡിൽ നിന്ന് ഇപ്പോഴും 3 ആണ്.
ഇരണിക്കുറ മാറ്റി ഈ 4 ഇതിന്റെ സെന്റർ. ഈ 4 ബ്ലോക്കിന്റെ സെന്റർ ആണെങ്കിൽ നമ്മൾ ഈ 4 ബ്ലോക്കിലോട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് അതിലേക്ക് കയറി ഇവിടെ വാട്ടർ അവിടെ ഒരു ബക്കറ്റ് വെള്ളം ഇതുവരെ കിട്ടിയിട്ടുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഒറ്റ ബക്കറ്റ് തന്നെ ഇതിൽ കയറി നമ്മുടെ സീഡെല്ലാം കയറിയിട്ടാണ്. ബീട്രൂട്ട് സീഡ്, ബീറ്റ് പംകിങ് വേണ്ട, ക്യാരറ്റ് നട, പൊട്ടാറ്റോ കിട്ടിയായിരുന്നല്ലോ. പൊട്ടാറ്റോ പിന്നെ കുറച്ച് ബോൺമീൽ കിട്ടിയായിരുന്നു. അതെല്ലാം വെച്ച് കുറച്ച് ഇത് ഉണ്ടാക്കിയാണ്. ഇനി എന്തോ ഓക്കെ, വുഡ് ഇച്ചിരി വുഡ് 2 കുട്ടികളുള്ള ചിക്കൻ വേണമല്ലോ. ഓ നോ 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 നോ, ഇവന്മാരെയൊക്കെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ. ഓക്കെ, നമ്മുടെ ബേസിലോട്ട് തിരിച്ചു പോവാം. എവിടെ എന്റെ പാപ്പനെ തൊട്ടാ പാപ്പൻ സഹിക്കും, പാപ്പന്റെ പിള്ളേരെ തൊട്ടാ പാപ്പൻ സഹിക്കത്തില്ല. നീ അടിക്കല്ലേന്ന് പറഞ്ഞപ്പോ നീ നിനക്ക് എന്താണ് ഇവിടെ, എനിക്ക് എന്താണ് പ്രശ്നം? എന്ത്? അവനെ കൊന്നു, പാവം പിടിച്ചൊരു മനുഷ്യനായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു, എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്യത്തോളായിരുന്നു. കുറച്ച് കരഞ്ഞും കഴിഞ്ഞു അവന് വേണ്ടി. ഇനി കുറച്ച് സ്റ്റിക്സ്, കുറച്ച് ഉണ്ടാക്കിയില്ല ഞാൻ പ്ലാങ്ക്, കുറച്ച് പ്ലാങ്ക്, ബാക്കിയെല്ലാം ഇവിടെ തന്നെ. സ്ട്രിങ്ങും സീഡ് നടാൻ വേണ്ടിട്ട് ഉള്ള സ്ഥലം. എടാ ഞാനിപ്പോ ഉണ്ടാക്കിയ പ്ലാങ്ക് കൂടി പ്ലാങ്ക് എനിക്ക് ഇനിയും തുറക്കാനൊന്നും പയ്യെ. ഒരു ഹോയി ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, എല്ലാം ഇനി പോകുമല്ലോ. എടുത്തിട്ട് ഫസ്റ്റ് വാട്ടർ കൊണ്ട് ഒഴിക്കണം. വെള്ളം വഴി ഞാനാണെങ്കിൽ അടിയിലോട്ട് വന്ന് അടി ഫ്ലാഗ് വെക്കണം. അടിയിൽ ഒരെണ്ണം വെക്കുക, പുറത്തതിന്റെ അടിയിലും വെക്കുക. ഒക്കെ മതി. ഇത് മതി. എന്നിട്ട് മേളിലോട്ട് അങ്ങ് ചാടി. വെള്ളത്തിൽ പിടി. ഓക്കെ, ഷട്ടലില്ല, മേളിലോട്ട് കയറാം. പെട്ടെന്ന് എത്തണേ, എന്റെ ഓക്സിജൻ റൺഔട്ട് ആവുന്നു. ഓക്കെ, നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട്. എത്തി. ഓക്കെ, അടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന ബ്ലോക്ക് 2 4 കുറച്ചുകൂടെ ഫുള്ള് സ്ലാബ് വെച്ച് നമ്മള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഫുള്ളിന് നമുക്ക് നടാൻ പറ്റുന്ന രീതിയിലാക്കണം. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് അന്തസ്സായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ഒരു പുതിയ ഒരെണ്ണം കൂടെ ഉണ്ടാക്കുക. എന്തെങ്കിലും ഇത്ര പെട്ടെന്ന് പൊട്ടുന്നത്? ഓക്കെ, നമ്മുടെ 10 സീഡ് നടാം, ഇതിന്റെ ചുറ്റും നടാം. ഓക്കെ, എല്ലാം നട്ടിട്ടുണ്ട്. ക്യാരറ്റും പൊട്ടാറ്റോ അതും കൂടെ നടാം. എല്ലാം നട്ട്. ഇവിടെ ബോൺമീലിന്റെ പണിയാണ് ബാക്കി ഫുള്ള്. 15 ബോൺമീല്. പക്ഷെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് അവിടെ ഉണങ്ങണ്ടല്ലേ? ക്യാരറ്റ് ഇതാണ്. ഓക്കെ, കുറച്ചധികം ക്യാരറ്റ് ഹാർവെസ്റ്റ് ചെയ്യാം. ഇതിവിടെ നടണം. ബോൺമീൽ ചെയ്യാണ്, മൈൻഡ് ചെയ്യണം. ഇവിടെ എല്ലാം എന്നാ ബോൺമീൽ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചേക്കാം. എന്റെ ബോൺമീൽ കയറുന്ന് ഉള്ളത്രയും മതി. ക്യാരറ്റ് ഹാർവെസ്റ്റ് ചെയ്യാം. പക്ഷേ ക്യാരറ്റ് 8 ആയിട്ടുണ്ട്. ക്യാരറ്റ് അവിടെ നട്ട് വെച്ചു. ഇനി ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും. ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. അതിനുള്ള റിസോഴ്സ് കിട്ടിയിട്ട് ഇപ്പൊ ഒന്നുമില്ല നമ്മുടെ ഒരാൾ അയണം, പിന്നെ കുറച്ച് സ്ലാബ് എടുത്ത് ഫർണസിലോട്ട് കയറ്റാം. 10 കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇവന്മാർ ഇരിക്കാൻ തന്നോട് കുറച്ച് അവന്മാരെ മാറ്റാൻ ആരെ തുറന്നു വിടാൻ പറ്റത്തില്ല.
നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇച്ചിരി ചെറുതായിരുന്നു. നമ്മൾ ചെറിയൊരു ഫുഡ് ഫാം ഉണ്ടാക്കി. നോക്കി അയൺ കൂടെ മൈൻഡ് അയൺ സ്മെൽറ്റ് ആകുന്ന വരെ നമുക്ക് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സുധീനെ അറിയാവോ ഗേസ്? അറിയത്തില്ലെങ്കിൽ പുള്ളിക്കാരന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുള്ളിക്കാരൻ ആരാന്ന് അറിയണോ? പുള്ളിക്കാരനാണ് ഗോഡ് ഓഫ് മൈൻക്രാഫ്റ്റ്. ഓ പോകാൻ നിന്നേ ഞാൻ അപ്പൊ തന്നെ ഒരു അയൺ തന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്തു പിന്നെ കുഴിക്കാൻ. കേവിന്റെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഗോബിൾ സ്റ്റോൺ കിട്ടും. ഓ പിന്നെ അയൺ. ഓക്കെ, 2 ഉണ്ട്. ഓക്കെ, കിട്ടിയതെല്ലാം എടുത്ത് മെൽറ്റ് ചെയ്യാൻ വെക്കാം. 4 അയണും കൂടെ 6 അയണായി. ഓക്കെ, സാഹിബ ആയേ മേരെ നാനിക സാഹിബ ആയന കാട്ടി ചായന തേരായി കായ തേരേനെ ആത്താ ഹേ ചേനെ ആത്താ ഹി സാഹിബ സമന്ദർ. ഓക്കെ ഗേസ്, അപ്പൊ നമ്മൾ ഇന്നൊരു ഫുഡ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്ത്. നാളെ ഇരുന്ന് ഞാനാണെങ്കിൽ ഫുൾ പ്ലേ ചെയ്ത് ഇതാണെങ്കിൽ അടുത്ത ലെവലിലോട്ട് എത്തിക്കും. അതായത് ഇപ്പൊ ഡീപ് കേവ് ആണ്. എത്ര ലെവലുണ്ട് എന്ന് അറിയത്തില്ല. ഫസ്റ്റ് പ്ലെയിൻസ് ആണ്. പ്ലെയിൻസ് നമ്മൾ കഴിഞ്ഞ് ഓക്കെ നോക്കട്ടെ. ഫസ്റ്റ് പ്ലെയിൻസ്, പിന്നെ അണ്ടർഗ്രൗണ്ട്. ഇപ്പൊ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഇല്ല. അടുത്ത ഡീപ് കേവ്, ഇൻഫിനൈറ്റ്. ഓക്കെ, 14 സെക്ഷൻ ഉണ്ട്. മൊത്തത്തിൽ എത്ര ബ്ലോക്ക് ഉണ്ടെന്നൊന്നും കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ എത്ര ബ്ലോക്ക് ഉണ്ട് അതൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ നാളെ ഇരുന്നത് മൊത്തം ഒന്ന് മൈൻഡ് ചെയ്ത് പറ്റുന്നത്ര ലെവലിലോട്ടൊന്ന് കൊണ്ടെത്തിക്കാം. അപ്പോ നിങ്ങൾ പോയിട്ട് നാളെ വാ.